കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഈ അടുത്ത് ഇന്ത്യൻ ഫുട്ബോളിനെയും ISLനെയും ചുറ്റിപ്പറ്റി നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിച്ച് നോക്കാം. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റർ കാശി അവർക്ക് ലീഗിൽ നിന്നും പിന്മാറേണ്ട വരും എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മൾ കേട്ടു. അവരുടെ ലീഗൽ ബാറ്റിലും ബാക്കിയുള്ള ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വയബിൾ ആയിട്ടൊരു ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ അവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് മെയ് 1 മുഹമ്മദൻ SC നമ്മൾ വീഡിയോ കൂടെ ചെയ്തതാണ്. അവരുടെ പ്ലെയേഴ്സ് ട്രെയിനിങ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. കിട്ടാത്ത സാലറിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ മൂലമാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5-6 മാസമായിട്ട് ആ പ്ലെയേഴ്സിന് ആർക്കും സാലറി കിട്ടിയിട്ടില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ISLന്റെ അടുത്ത കൊമേഴ്ഷ്യൽ പാർട്ട്ണർ ആരായിരിക്കും എന്നുള്ള ചർച്ചയിലാണ് AFF. ബിഡേഴ്സ് ആയിട്ട് 2 പാർട്ട്ണർമാർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുള്ളൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ പാർട്ട്ണറാണ് നമുക്കറിയാവുന്ന പോലെ ജീനിയസ് സ്പോർട്സ്. മെജോറിറ്റി ISL ക്ലബ്ബുകളും രണ്ടാമത്തെ ബിഡറായ ഫാൻകോഡിനെ പ്രിഫർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പിന്നെ AFF ഈ ജീനിയസ് സ്പോർട്സിനെ തന്നെ ചൂസ് ചെയ്തത്? ആ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ തോന്നിയ ആ തോന്നൽ തന്നെയാണ് ഇതിന്റെ ഉത്തരം. അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും അവരുടെ എക്കണോമിക്കൽ ബെനിഫിറ്റിനും വേണ്ടിയാണ് AFF ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഈ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ നഷ്ടത്തിലോടുന്ന ക്ലബ്ബുകളെ എങ്ങനെയെങ്കിലും ലാഭത്തിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു മാനുഷിക പരിഗണനയോ AFF ഇവിടെ നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുതിയ ISL ടെൻഡറിനെ ചുറ്റിപ്പറ്റിയുള്ള എക്കണോമിക്കൽ ഡീറ്റെയിൽസും എന്തൊക്കെയായിരിക്കാം ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്നും നമുക്ക് നോക്കാം. ജീനിയസ് സ്പോർട്സിന്റെയും ഫാൻകോഡിന്റെയും ബിഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ടെൻഡറിൽ ഇതിന്റെ ആ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം അടുത്ത 15+5 അതായത് 20 വർഷത്തേക്കാണ് ഈ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് AFF ടെൻഡർ വിട്ടിരിക്കുന്നത്. ഇതിന്റെ റവന്യൂ മോഡൽ നമുക്ക് എന്തായാലും പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ, എല്ലാ വർഷവും ഈ കൊമേഴ്ഷ്യൽ പാർട്ട്ണർ ലീഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷെ ആ ഒരു എക്സ് എന്നുള്ള എമൗണ്ടിന്റെ 20% ഡയറക്റ്റ് AFFലേക്ക് പോകും. അതായത് ഗ്യാരൻറ്റീഡ് മണി. ലീഗ് നടന്നാലും നടന്നില്ലെങ്കിലും, ലീഗ് പൂട്ടിപ്പോയാലും, ലീഗ് നഷ്ടത്തിലായാലും, ലീഗ് ലാഭത്തിലായാലും ഈ തുകയുടെ 20% AFFന്റെ പോക്കറ്റിൽ കിടക്കും. അടുത്തത് വരാൻ പോകുന്നത് ഈ ലീഗിന്റെ നെറ്റ് റവന്യൂ ആണ്. നെറ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ ചെലവുകളും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടാവുന്ന പൈസ. അതൊരു പ്രോഫിറ്റ് ആവാം, ഒരുപക്ഷെ ഒരു ലോസ് ആവാം. ഇതൊരു പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ ആ പ്രോഫിറ്റിന്റെ 70% AFFലേക്ക് പോവും. ഈ 70%ന്റെ ഉള്ളിലുള്ള 60% എല്ലാ ക്ലബ്ബുകൾക്കും ഈക്വൽ ആയിട്ട് AFF ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ലീഗ് എങ്ങാനും നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നഷ്ടം ഓരോ വർഷവും ക്യാരി ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് ആദ്യ സീസണിൽ 20 കോടി നഷ്ടത്തിലാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ 20 കോടി അടുത്ത സീസണിലേക്ക് ക്യാരി ഫോർവേഡ് ആവും. അപ്പൊ അടുത്ത സീസണിൽ നമുക്ക് ലീഗ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഓബിയസ്ലി 64 കോടി എന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ പ്രോഫിറ്റ് വരണം. അത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ 20 കോടിയുടെ നഷ്ടം നികത്തുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് വരണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫുട്ബോളും ISLും ശരിക്കും ഒരു നഷ്ടക്കച്ചവടം തന്നെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ എങ്ങനെ ഈ ലീഗ് പ്രോഫിറ്റബിൾ ആവും എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലോണം മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ISL എന്നുള്ളത്. ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. ഇനിയും ഒരുപാട് ന്യൂ ജനറേഷൻ ഓഫ് ഫാൻസ് വരാനുണ്ട്. ഫുട്ബോളിന്റെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ എത്രത്തോളം ആണെന്ന് നമുക്കറിയാം. പ്രീമിയർ ലീഗ് പോലൊരു ലീഗിനൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെയും കൂടെ നമ്മുടെ ഈ ഫുട്ബോൾ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലീഗിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു പോസിറ്റിവിറ്റി ആലോചിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ ഓക്കെ ആണെന്ന് കരുതി മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഇനിയാണ് ഈ 2 ബിഡേഴ്സിന്റെ കാര്യം വരുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ട് ക്ലബ്ബുകൾ ഫാൻകോഡിനെ പ്രിഫർ ചെയ്യുന്നു എന്ന് നോക്കാം. അതിന്റെ ആൻസർ ഭയങ്കര സിമ്പിൾ ആണ്. ഫാൻകോഡ് നൽകിയിരിക്കുന്ന ആ പ്രപ്പോസലാണ് ആക്ച്വലി ഈ ലീഗ് ലോങ് ടേമിൽ ഫൈനാൻഷ്യലി വയബിൾ ആവുമെന്ന് എന്തെങ്കിലും ഒരു ചെറിയ സിഗ്നൽ നൽകുന്ന ഒരു ഡീല്.
അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു വർഷം ലീഗ് നടക്കാൻ 36 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓരോ വർഷം കഴിയുമ്പോഴും അതിലൊരു 5% ഇൻക്രിമെന്റും വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലീഗ് മൊത്തത്തിൽ ലാഭത്തിലെത്തി ആ ഒരു 60% ക്ലബ്ബുകളിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു 36 കോടി എന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്താൽ മതി. മറുവശത്ത് ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് എന്താണെന്ന് നമുക്കറിയാം. 64 കോടി രൂപയാണ് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബിഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലീഗിന്റെ നെറ്റ് റവന്യൂ പോസിറ്റീവായി 60% ക്ലബ്ബുകളിലേക്ക് എത്തണമെങ്കിൽ ലീഗ് ഈ പറഞ്ഞ ഫാൻ കോഡിന്റെ ബിഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടി വരും. നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സാഹചര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾക്ക് ആർക്കും ഉറപ്പു പറയാനാവുകയില്ല. അതുകൊണ്ട് തന്നെ പല ക്ലബ്സിനും ഉറപ്പാണ് ഈ ഒരു സംഭവം സസ്റ്റൈനബിൾ അല്ലെന്ന്. ഇവിടെയാണ് ഇനി AFFന്റെ എൻട്രി. ഓബ്വിയസ്ലി അവർ ജീനിയസിനെ തന്നെ ചൂസ് ചെയ്തു. കാരണം 64 കോടി രൂപയുടെ 20%, അതായത് AFFന് ഓരോ വർഷവും കിട്ടുന്ന ഗ്യാരണ്ടീഡ് എമൗണ്ട് ഏകദേശം 12.8 കോടി രൂപയാണ്. ഫാൻ കോഡിന്റെ ബിഡ് അക്സെപ്റ്റ് ചെയ്താലോ 36 കോടിയുടെ 20% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 കോടിക്ക് മുകളിൽ വരും. 20 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിലും ജീനിയസിന്റെ ഈ ഒരു ബിഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ AFFന് ഏകദേശം 425 കോടി രൂപ ലഭിക്കും. ഫാൻ കോഡിന്റെ ബിഡ് അക്സെപ്റ്റ് ചെയ്താലോ അത് വെറും 238 കുറയും. സോ ക്ലിയർലി AFF അവർക്ക് അപ്ഫ്രണ്ട് ആയി കിട്ടുന്ന പൈസയുടെ അടിസ്ഥാനത്തിൽ ക്ലബ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് വരാനുള്ള സാധ്യതയുള്ള ഒരു ഡീലിനെ ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നൗ എനിക്കറിയാം ഫാൻ കോഡിനേക്കാളും ഒരുപാട് പൈസ ജീനിയസ് ISLലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവർ ക്ലെയിം ചെയ്യുന്നത് ഈ ലീഗിന്റെ ടെക്നോളജി, ഈ ലീഗിന്റെ ക്വാളിറ്റി, ഈ ലീഗിന്റെ സ്പോൺസർഷിപ്പ്, ഈ ലീഗിന്റെ ഡിജിറ്റൽ ആസറ്റുകൾ ഇതെല്ലാം അവർ ഇംപ്രൂവ് ചെയ്യും. അതുവഴി തന്നെ പുതിയ റവന്യൂ സ്ട്രീമുകൾ അൺലോക്ക് ആവും. അങ്ങനെ ക്ലബ്സിന് പൈസ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഇതാണ് അവരുടെ ഒരു ബ്രീഫ് പിച്ച്. പക്ഷേ ക്ലബ്ബുകൾ ജീനിയസുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇതാണ്: ഇപ്പോഴും ഫൈനാൻഷ്യൽ വേരിയബിൾസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് ലോങ് ടേമിൽ വയബിൾ ആണെന്ന് ഞങ്ങൾക്ക് ഒട്ടും കൺവിൻസിംഗ് അല്ല എന്ന് തന്നെയാണ്. ഇൻഫാക്ട് ജീനിയസുമായിട്ടുള്ള ആദ്യ മീറ്റിംഗിന് ശേഷം സെൻട്രൽ റവന്യൂ അതുപോലെ തന്നെ വേറെ 1-2 കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലബ്ബുകൾ ജീനിയസുമായിട്ട് രണ്ടാമതൊരു മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്തു. ഈ റിക്വസ്റ്റിനോട് AFF പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ ഇത് ജീനിയസിനോട് സംസാരിക്കാം, എന്നിട്ട് ജീനിയസിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോട് തിരിച്ചു പറയാമെന്ന്. ഇത് ഞാനൊരു സോഴ്സിൽ നിന്നും മനസ്സിലാക്കിയതാണ്. 100% വേർഡ് ബൈ വേർഡ് ഇങ്ങനെയാണോ ചർച്ചകൾ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏകദേശം ഒരു റഫ് ഐഡിയ ഇതാണെന്ന് മൾട്ടിപ്പിൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ISL ക്ലബ്ബുകൾ എല്ലാം നഷ്ടത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫൈനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ലോങ് ടേം ഡീലിലേക്ക് എൻ്റർ ചെയ്യാൻ ഇവരിൽ മെജോറിറ്റി ക്ലബ്ബുകൾക്കും ഒരു താല്പര്യവും ഇല്ല. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുടെ ഇടയിലാണ് AFFന്റെ ആറ്റം ബോംബ് വന്ന് വീഴുന്നത്. അവർ പറയാണ് ഇനി തൊട്ട് എല്ലാ വർഷവും ISLൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓരോ ക്ലബ്ബും 3 കോടി രൂപ വെച്ച് നൽകണമെന്ന്. ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ FSDL എല്ലാ വർഷവും AFFന് 50 കോടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രപ്പോസലിൽ ജീനിയസ് 12 കോടി കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള 14 ക്ലബിൽ നിന്നും 3 കോടി വീതം നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 52 കോടി എല്ലാ വർഷവും ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പൊ പിന്നെ ലാഭമായല്ലോ. ക്ലബ്ബുകൾ നഷ്ടത്തിലായാലും അടച്ചുപൂട്ടിയാലും നമുക്കെന്താ, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, ലീഗ് പേരിന് നടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ശുഭം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനോളോ മാർക്കസ് എന്തുകൊണ്ടാണ് ഈ ഫെഡറേഷനെ ഡിക്റ്റേറ്റർ എന്ന് വിളിച്ചതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി തുടങ്ങി. ഇത് വലിയ വാർത്തയായതിനു ശേഷം AFFന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായ സത്യനാരായണൻ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. 3 കോടി പാർട്ടിസിപ്പേഷൻ ഫീ നമ്മൾ മേടിക്കില്ല, ഒരു ഫീ ചിലപ്പോൾ ഉണ്ടാവും, അതെങ്ങനെ ഫൈനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു തുകയാക്കാം എന്നുള്ളൊരു ഡിസ്കഷനിലാണ് AFFും ക്ലബ്ബുകളും ജീനിയസും എല്ലാമെന്ന്. എന്തായാലും ഈ മാസ്റ്റർ പ്ലാൻ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ക്ലബ്ബുകൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ലെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പിന്നെ ഇത് ഇന്ത്യൻ ഫുട്ബോൾ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അടുത്ത ചർച്ചയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് വലിയ തീരുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് AFFന്റെ ഒരു രീതി. ഇതിന്റെയൊക്കെ ഒടുവിൽ ക്ലബ്ബുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. ബിക്കോസ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ISL എന്നുള്ള ആ ഒരു എക്കോസിസ്റ്റം അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് കുറച്ച് വർഷങ്ങളിനുള്ളിൽ താഴെ വീഴും. അപ്പൊ ഇതാണ് ISLനെ ചുറ്റിപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. എന്താ
എന്തായാലും ലീഗ് മുന്നോട്ട് നടക്കുക എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. ജീനിയസിന്റെ ബിഡ് തന്നെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലബ്ബുകളിൽ ഉള്ള എക്സ്ട്രാ ബർഡൻ, അതായത് ഈ പാർട്ടിസിപ്പേറ്റിംഗ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇളവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകൾ ബ്രേക്ക് ഈവൻ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ക്ലബ്ബുകൾ അങ്ങനെ ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡസ്ട്രിക്ക് സസ്റ്റെയിൻ ആവാം എന്നുള്ളൊരു തെളിവ് ഇവിടെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഈ ലീഗിലേക്ക് വന്നേക്കാം. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇവിടെ ഓൺ ആയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ലീഗ് ടോപ്പ് ടിയർ നടന്നു പോകണം എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിലവിലെ രീതിയിലുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് ഈ ലീഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഒരുപാട് റീസ്ട്രക്ചറിങ്ങും കാര്യങ്ങളും പല ക്ലബ്ബുകളും ചെയ്യേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ ക്ലബ്ബുകളുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റീസർച്ച് ചെയ്ത് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ക്ലബ്ബും അതുപോലെ പല ക്ലബ്ബുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഫ്രം എ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്ന് നമുക്ക് ചിലപ്പോൾ പഠിക്കാനായേക്കാം. അതുകൊണ്ട് തന്നെ ആ വീഡിയോസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ വഴിയെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് തരാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. ഇതുവരെ കണ്ടതിന് താങ്ക് യു. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.